എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ EMSൻ്റെ കവിത ആരംഭിച്ചതിന് ശേഷം എനിക്കുള്ള നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബായി അല്പം കൂടിയിട്ടുണ്ട്. അതെല്ലാവരോടും എനിക്കുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഈ തുടർന്നുള്ള ഭാഗങ്ങൾ കേട്ടിട്ട് എനിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ കവിത ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴുണ്ടായ ഒരു വലിയ പ്രയാസകരമായ കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ചില കൂട്ടുകാരുടെ ഒരു കൂട്ടുകാരനായ ഒരു പ്രകാശ് രാംദാസ് കക്ഷി മാവേലിക്കരയിലെ പുതിയകാവിൽ LIC ഓഫീസിൻ്റെ താഴെ ഒരു ബുക്ക് സ്റ്റാൾ നടത്തുന്നുണ്ട്, QV ബുക്സ്. അപ്പോൾ പരിചയത്തിൻ്റെ പേരിൽ പലപ്പോഴും ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ പുസ്തക കച്ചവടമാണ് പ്രധാനമായിട്ട്. ഞാൻ ഇങ്ങനൊരു കവിതയുണ്ട്, എനിക്കതൊന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തരാം. അത് കേട്ട് അതിനെന്ത് ചിലവ് വരുമെന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പേജിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു 30,000 രൂപയാകും 1000 കോപ്പിക്കെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ മുന്നും പുറകും ചിന്തിച്ചില്ല. എനിക്ക് ചോദിക്കാൻ ഇവിടെ ഒരു ഹരിദാസ് സാറുണ്ട്, ഒരു ജോൺസൺ സാറുണ്ട്, വർഗീസ് സാറുണ്ട്. ഇവരെല്ലാം സ്വന്തമായ കൃതികൾ ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇതിന് ചിലവെന്ത് വരുമെന്നും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാൻ പറ്റുമായിരുന്നു. നമ്മുടെ സ്നേഹിതൻ്റെ സ്നേഹിതൻ എൻ്റെ സ്നേഹിതനാണെന്നുള്ള കാഴ്ചപ്പാടിൽ ഞാൻ ആ കാശ് എൻ്റെ മകൻ ഒരു മാലയും മോതിരവും പണയം വെക്കാൻ തന്നു. ആ പൈസ ഞാൻ കൊണ്ട് 30,000 രൂപ കൊടുത്തു. അപ്പോൾ അതും കഴിഞ്ഞ് അതിലെ പ്രൂഫെല്ലാം നോക്കിയെല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് 2 DTP കോപ്പി തന്നു. അത് ഞാൻ ആവശ്യപ്പെട്ടതുമാണ്. കാരണം ഇനോഗ്രേഷൻ നടത്തുമ്പോൾ അതിന് ക്ഷണിക്കപ്പെടുന്നവർക്ക് വായിക്കാനും ഒക്കെ ആയിട്ട് ആണ് ഞാനത് വാങ്ങിച്ചത്. ഏതായാലും ഇനോഗ്രേഷൻ നടത്താനുള്ള സമയം 2022 18-ാം തീയതി തീരുമാനിച്ചു. അതിന് ഒരു മാസത്തിന് മുമ്പ് ബുക്ക് എത്തി. എവിടെയാണ് പ്രിന്റ് ചെയ്തെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇട്ട് ചോദിച്ചതുമില്ല, എന്നോടിട്ട് പറഞ്ഞതുമില്ല. ഏതായാലും 30,000 രൂപ കൊടുത്തു. ഇനോഗ്രേഷൻ നടത്തി 22-ാം തീയതി, അല്ല 18-ാം തീയതി കൊടുത്തയാട്. ആ പിന്നെ പ്രകാശന കർമ്മത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ ഈ ബുക്ക് പ്രകാശനം ചെയ്ത പ്രകാശനെയും ഞാൻ ക്ഷണിതാവായിട്ടും ഒരു പ്രാസംഗികനായിട്ടും പേര് വെക്കുകയും ചെയ്തു. പക്ഷേ ആ ചടങ്ങ് സമയത്ത് കക്ഷി എത്തിയില്ല.